എല്ലാവർക്കും ചൈതൂസ് ചാറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആയിഷേനെയാണ്. ആയിഷ എന്ന് കേട്ടാൽ നിങ്ങൾ വിചാരിക്കും ഏത് ആയിഷയാണ്? ആയിഷാസ് കിച്ചൺ എന്ന ചാനൽ നടത്തിക്കൊണ്ട് പോകുന്ന ആയിഷയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആയിഷയെ കുറിച്ചും അവരുടെ ചാനലിനെ കുറിച്ചിട്ടും പറയാനാണെങ്കിൽ ഏകദേശം 2,74,000 പരം സബ്സ്ക്രൈബേഴ്സും 318ഓളം വീഡിയോസുമുള്ള ഒരു വലിയ ചാനലാണ് ആയിഷയുടേത്. കൂടാതെ ആയിഷയെ പറ്റി പറയാനാണെങ്കിൽ ബ്ലോഗിങ്ങിൽ നിന്നും യൂട്യൂബിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. പിന്നെ പറയാനൊരു കാര്യമുണ്ട് കേട്ടോ, മലബാർ ഡിഷസിന്റെയും ഡെസേർട്സിന്റെയും ഒരു വലിയ സമുച്ചയം തന്നെയാണ് ആയിഷയുടെ ചാനലിലുള്ളത്. അപ്പോൾ നമുക്ക് ആയിഷയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അതിനു മുന്നേ മറക്കണ്ട, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് ആയിഷയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഹലോ ആയിഷ, ചൈതൂസ് ചാറ്റിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖാണോ? ഹായ് ചെയ്തു, സുഖമായിട്ടിരിക്കുന്നു. വിശേഷങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ മക്കളുടെ ക്ലാസ് ഒക്കെ തുറന്നു. അപ്പോൾ അതിനെ കുറച്ച് തിരക്കിലാണ്. സാധാ ദിവസങ്ങളെ പോലെ വീട്ടില് മക്കളുണ്ടാവുന്ന പോലെയല്ലല്ലോ, അവരെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോ. അപ്പോൾ അതിന്റെ കുറച്ച് തിരക്കിലാണ്. പിന്നെ എന്തൊക്കെയാ ചൈതന്യ വിശേഷങ്ങൾ? അതെ ആയിഷ, സുഖമായിരിക്കുന്നു. ഞാനും ഫാമിലിയും ഒക്കെ സുഖമായിരിക്കുന്നു. ഓക്കെ ആയിഷ, നമുക്ക് നമ്മുടെ ചാറ്റിലേക്ക് കിടക്കാം. ആദ്യം തന്നെ എനിക്ക് ആയിഷയോട് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഫീൽഡിലേക്ക് വന്നത്? എന്തുകൊണ്ടെന്നാൽ ബ്ലോഗറായി തുടങ്ങി ബ്ലോഗറായ ഒരു വ്യക്തിയാണ് ആയിഷ. അപ്പോ ആ ബ്ലോഗിങ്ങിൽ നിന്നും ബ്ലോഗിങ്ങിലേക്കുള്ള ആ ചൂടുമാറ്റത്തെ കുറിച്ചിട്ട് ഒന്ന് പറയാമോ? അതെ, ബ്ലോഗിങ്ങിലൂടെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വന്നത്. ബ്ലോഗിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2015-ലാണ്. അപ്പോൾ അതിൽ ഒരുപാട് വ്യൂവേഴ്സ് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു. അത്യാവശ്യം നന്നായിട്ട് വ്യൂ വന്ന ശേഷം കുറച്ച് വ്യൂവേഴ്സ് റിക്വസ്റ്റ് ചെയ്തു ഇങ്ങനെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കരുതി അതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യണം. ആദ്യം ഒരു ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് വന്നത്, അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. 2017-ലാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. ഓക്കെ ആയിഷ, എനിക്കിനി ആയിഷയോട് ചോദിക്കാനുള്ളത് ആയിഷയുടെ ഫാമിലിയെ കുറിച്ചിട്ടാണ്. ആരൊക്കെയാണ് ആയിഷയുടെ ഫാമിലിയിലുള്ളത്? പിന്നെ ഫാമിലി സപ്പോർട്ട് ചോദിക്കുന്ന അറിയാലോ. ശരിക്കും പറഞ്ഞാൽ ബ്ലോഗിങ്ങും പിന്നെന്താ വീട്ടുകാര്യങ്ങളും ഒക്കെ ആയിട്ട് ശരിക്കും ബിസി ആയിരിക്കും ആയിഷ. അപ്പം ഫാമിലിയുടെ ഒരു സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഫാമിലിനെ കുറിച്ചിട്ടും അവരുടെ സപ്പോർട്ടിനെ കുറിച്ചിട്ടും ഒന്ന് പറയാം. ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ 2 മക്കളുമായിട്ട് ഇപ്പൊ ഇവിടെ UAE സെറ്റിൽഡ് ആണ്. ഞങ്ങളുടെ കൂടെ ഹസ്ബൻഡ് ഉമ്മയും കൂടെ ഉണ്ട്. പിന്നെ ഹസ്ബൻഡ് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. മൂത്ത മോള് 6th പഠിക്കുന്നു, രണ്ടാമത്തെ മോള് KG2 പഠിക്കുന്നു. പിന്നെ ഫാമിലി സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ഇതുപോലെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എങ്ങനെയായാലും ഹസ്ബൻഡ് ആണെങ്കിലും ഹസ്ബൻഡ് ഉമ്മയാണെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. കാരണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം. അതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ബ്ലോഗിങ്ങും വീഡിയോ ചെയ്യുന്നതെല്ലാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയായാലും ഫാമിലി സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. എന്റെ വീട്ടുകാരാണെങ്കിലും ഹസ്ബൻഡ് വീട്ടുകാരാണെങ്കിലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കൊക്കെ ഒത്തിരി സന്തോഷമാണ് ഇതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണുന്നതൊക്കെ. ഓക്കെ ആയിഷ, എനിക്കിനി ആയിഷയോട് ചോദിക്കാനുള്ളത് ആയിഷയുടെ ഇന്ന് വരെയുള്ള യൂട്യൂബ് ജേർണിനെ കുറിച്ചിട്ടാണ്. അപ്പോ എങ്ങനെയാണ് ആയിഷയുടെ തുടക്കകാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഓഡിയൻസിന്റെ റെസ്പോൺസ്? എത്ര കാലം എടുത്തു കുറച്ച് പോപ്പുലർ ആവാന്?
പിന്നെ എന്താ പറയാ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതിനോടൊക്കെ എങ്ങനെ പ്രതികരിച്ചു, അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രേക്ഷകർക്കും അതുപോലെ തന്നെ പുതിയ യൂട്യൂബ് ക്രിയേറ്റേഴ്സിനും ഒക്കെ അതൊരു പ്രചോദനമാകും, അവർക്കും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ. ബ്ലോഗില് എനിക്ക് ഉള്ള വ്യൂവേഴ്സ് ഒക്കെ പാകിസ്ഥാനീസും അതുപോലെ നോർത്ത് ഇന്ത്യൻസും ഒക്കെ ആയിരുന്നു. അപ്പോ ഞാൻ പെട്ടെന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി, അതിൽ വീഡിയോ മലയാളത്തിലായി തുടങ്ങിയപ്പോൾ ബ്ലോഗിൽ കുറച്ച് റെസ്പോൺസ് കുറവുണ്ടായിരുന്നു. പക്ഷെ ചാനലിൽ ആദ്യം ഞാൻ ക്വിക്ക് വീഡിയോസ് ആയിരുന്നു ഇട്ടിരുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നൊക്കെ. ബാക്കി വീഡിയോസ് ഒക്കെ ബാക്കിയുള്ളവരൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും എങ്ങനെ ഇവരിങ്ങനെ സംസാരിക്കുന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. പിന്നെ നമ്മള് എന്റെ ഫസ്റ്റ് വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, എന്തോ ഞാനിങ്ങനെ പഠിച്ച് ചെയ്യുന്ന പോലെയായിരുന്നു. എന്റെ സംസാരത്തിലൊക്കെ അങ്ങനെ ആയിരുന്നു. പിന്നെ ഒരുപാട് ഇങ്ങനെ സംസാരിച്ചിട്ട് വീട്ടിൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ ഇപ്പോ ആ ഒരു ലാംഗ്വേജ് തന്നെ ആയിട്ടുണ്ട്. ഇപ്പൊ വീട്ടിൽ സംസാരിക്കുമ്പോഴും ഈ യൂട്യൂബിൽ സംസാരിക്കുന്ന ആ ഒരു ലാംഗ്വേജ് ആയി മാറിയിട്ടുണ്ട്. ഇപ്പോ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒട്ടും വ്യൂ ഇല്ലാണ്ട്, ഒരു വർഷത്തോളം ഞാൻ ഒട്ടും വ്യൂ ഇല്ലാണ്ട് വെറുതെ റെസിപ്പീസ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നു. പിന്നീടാണ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് വ്യൂസ് ഒക്കെ വന്നു തുടങ്ങിയത്. അങ്ങനെ അതിൽ നന്നായിട്ട് വ്യൂസ് തുടങ്ങിയ സമയത്താണ് ഞാൻ ചാനൽ തുടങ്ങാന്നുള്ള ഒരു പ്ലാൻ ഉണ്ടായത് തന്നെ. അപ്പോ 2017 ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതും എന്റെ ഹസ്ബൻഡ് ഓൾറെഡി തുടങ്ങി വെച്ചിട്ടൊരു ചാനലായിരുന്നു. 2007 ഹസ്ബൻഡിന്റെ പേരിൽ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ അതിൽ മക്കളുടെ വീഡിയോസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ആ ഒരു ചാനലിൽ ആ പഴയ വീഡിയോസ് ഒക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത്. പേര് മാറ്റിയിട്ട് ഐഷാസ് കിച്ചൺ ആക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ഇട്ട പാടെ എനിക്ക് ഏർണിങ്സ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പോപ്പുലർ ആവാൻ കാരണം ഐഷാസ് കിച്ചൺ ഓൾറെഡി ഉണ്ടല്ലോ. ഞാൻ ബ്ലോഗ് 2015 തുടങ്ങിയല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല ചാനൽ തുടങ്ങിയിട്ട് അത് പോപ്പുലർ ആക്കാൻ വേണ്ടിട്ട്. പക്ഷെ ബ്ലോഗിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് പോപ്പുലർ ആക്കാൻ വേണ്ടി ഞാനൊരു പേജൊക്കെ തുടങ്ങി, ഐഷാസ് കിച്ചൺ എന്ന് പറഞ്ഞൊരു പേജൊക്കെ തുടങ്ങി. അപ്പൊ ഓൾറെഡി ഉള്ളൊരു പേജിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയ പാട് അതിലുള്ള വീഡിയോസ് ഒക്കെ ഇട്ടത്. അപ്പോ കുറച്ച് നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടി. അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ വന്ന് തുടങ്ങി. നെഗറ്റീവ് കമന്റ്സ് നമ്മളിപ്പോ ഒരു ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ അത് എന്തായാലും പ്രതീക്ഷിക്കണം. നെഗറ്റീവ് കമന്റ്സ് ഇല്ലാണ്ട് നമുക്ക് ബ്ലോഗ് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആ നെഗറ്റീവ് കമന്റ്സ് ചെയ്യുന്നവരായിരിക്കും നമ്മളുടെ ചാനലില് കൂടുതലായിട്ടും കാണുന്നവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവര്. അപ്പോ അങ്ങനെ വരുമ്പോ ഞാൻ ജസ്റ്റ് ഒരു സ്മൈലി ഇട്ട് കൊടുക്കാറാണ് പതിവ്. അങ്ങനെ ഇപ്പൊ കൂടുതലായിട്ട് വരാറൊന്നുമില്ല. ജസ്റ്റ് കമന്റിന് റിപ്ലൈ ഒന്നും കൊടുക്കാറില്ല. ജസ്റ്റ് ഒരു സ്മൈലി ഇട്ട് കൊടുക്കും, ചിരിച്ചുകൊണ്ടുള്ള ഒരു സ്മൈലി ഇട്ട് കൊടുക്കും. നെക്സ്റ്റ് എനിക്ക് ആയിഷയോട് ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ആയിഷയുടെ വീഡിയോ അപ്ലോഡിംഗ് സ്റ്റൈൽ? മീൻസ് ആഴ്ചയിൽ ഒന്നാണോ അതോ ഡെയിലി ബേസിസിലാണോ, എങ്ങനെയാണ് വീഡിയോസ് ചെയ്യുന്നത്? അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിനോടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, ഇന്ററാക്ഷൻ എങ്ങനെയാണ്, അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാം. യൂട്യൂബ് ചാനൽ തുടങ്ങിയ പാടെ ഞാൻ വീഡിയോസ് ഒക്കെ മാസത്തിലൊരു 4 വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കണം, യൂട്യൂബ് എപ്പോഴും ആക്റ്റീവ് ആക്കണം എന്നൊക്കെ മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ പിന്നെ ആഴ്ചയിൽ ഒരു 1-2 വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി. ഇപ്പോ 2 ദിവസം കൂടുമ്പോൾ എങ്ങനെയായാലും ഒരു വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ നിർബന്ധമായിട്ട് വേണമല്ലോ നമ്മളുടെ വ്യൂവേഴ്സ് കമന്റ്സിന് നമ്മൾ റിപ്ലൈ കൊടുക്കുക. അത് മാക്സിമം ഞാൻ ചെയ്യാറുണ്ട്. മാക്സിമം അവരുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഫേസ്ബുക്കിലെ പല ഫുഡ് ഗ്രൂപ്പിലും ഒരുപാട് ഇതിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ ഐഷാസ് കിച്ചൺ പേജിലൂടെ, പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ, വാട്സപ്പിലൂടെ ഒക്കെ ഡൗട്ട്സ് ഒക്കെ ഞാൻ ചോദിക്കാറുണ്ട്. മാക്സിമം ഞാൻ ക്ലിയർ ചെയ്യാറുണ്ട്. അതുപോലെ പിന്നെ ചിലപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടി നോക്കാൻ നേരം കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ അപ്പോഴേ ഒരു പ്രശ്നം വരുന്നുള്ളൂ. പക്ഷെ മാക്സിമം യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ താഴെയുള്ള കമന്റ്സിലൊക്കെ ഞാൻ മാക്സിമം എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാറുണ്ട്. അതാണ് ഞാൻ മെയിൻ ആയിട്ട് പ്രയോറിറ്റി കൊടുക്കാറ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഞാൻ സമയം കിട്ടുമ്പോൾ റിപ്ലൈ കൊടുക്കാറാണ് പതിവ്. നെക്സ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, ഐഷയ്ക്ക് എങ്ങനെയാണ് കുക്കിങ്ങിലേക്ക് ഇത്രയും ഇൻട്രസ്റ്റ് വന്നത്? അതായത് ചെറുപ്പം തൊട്ടേ ഉണ്ടോ, അതോ കല്യാണത്തിന് ശേഷം പഠിച്ചെടുത്തതാണോ, അതോ സ്പെഷ്യലി ഒക്കെ എനിക്കിത് പഠിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കോഴ്സസ് ചെയ്യുകയാണോ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാമോ? എനിക്ക് കുക്കിങ്ങിനോട് ഇൻട്രസ്റ്റ് തുടങ്ങിയത് കല്യാണത്തിന് ശേഷമാണ്.
കല്യാണത്തിന് മുമ്പ് എനിക്ക് അറിയാവുന്ന ഒരേ ഒരു ഡിഷ് പുഡിങ് മാത്രമായിരുന്നു. പുഡിങ് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ അറിയായിരുന്നു. അതായത് 2005-06 എനിക്ക് പുഡിങ് അത്യാവശ്യം നന്നായിട്ട് ഞാൻ ഉണ്ടാക്കുമായിരുന്നു. അതിന് ഒരു കാരണം ഉണ്ടായിരുന്നു. പുഡിങ് അന്നൊക്കെ ഭയങ്കരമായിട്ട് പോപ്പുലറായി വന്നൊരു ഡെസേർട്ട് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് മെയിൻ ആവാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് മാത്രം പഠിച്ചത്. പക്ഷെ കല്യാണം ശേഷം ഹസ്ബൻഡ് വീട്ടിൽ പോയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, അതുകൊണ്ടൊന്നും ആവില്ല, നല്ല നാടൻ ഭക്ഷണങ്ങൾ പഠിക്കുന്നത് വേണമെന്നൊക്കെ. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ ഭയങ്കര ഫുഡ് ക്രേസ് ആണ്. അത്യാവശ്യം നന്നായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ കഴിക്കുള്ളൂ, അല്ലാണ്ട് ഒന്നും കഴിക്കില്ല. ഫിഷ് കറി ആയാലും അതുപോലെ ചിക്കൻ പിന്നെ കുഴപ്പമില്ലാണ്ട് കഴിക്കും. ബാക്കി ഫിഷും ബീഫൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കണം, അല്ലാണ്ട് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന്റെ ടേസ്റ്റ് അനുസരിച്ച് ഇങ്ങനെ ഫുഡിന്റെ പരീക്ഷണങ്ങളായിരുന്നു ആദ്യമൊക്കെ. അങ്ങനെ ഒരുപാട് റെസിപ്പീസ് പഠിച്ചു. അങ്ങനെയാണ് പിന്നെ ഈ ഒരു ബ്ലോഗിങ്ങിലോട്ട് തന്നെ ഞാൻ ഇറങ്ങിയത്. കാരണം ഇത്രയും പരീക്ഷിക്കുന്നുണ്ട് വീട്ടിലിരുന്നിട്ട്, അപ്പൊ പിന്നെ ബ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ കുക്കിംഗ് കോഴ്സസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മൾക്കൊരു ഇഷ്ടമുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് എങ്ങനെയെങ്കിലും പഠിച്ചിരിക്കും. ആദ്യമൊക്കെ എനിക്ക് പുതിയ റെസിപ്പീസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളൊക്കെ ഒരു ഭയങ്കര ഡൗട്ടായിരുന്നു. കുറച്ചൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇനി റെസിപ്പീസ് ഇടാനുണ്ടാവില്ല എന്നൊക്കെ ഉള്ളൊരു മനസ്സിലൊരു വിചാരമായിരുന്നു. ഇപ്പോ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴും അതുപോലെ കിടന്നുറങ്ങുമ്പോഴൊക്കെ ഓരോ റെസിപ്പീസ് മനസ്സിൽ വരുമ്പോൾ പെട്ടെന്ന് തന്നെ വേഗം പോയിട്ട് ഫോണിലോ അല്ലെങ്കിൽ പേപ്പറിലോ എന്തെങ്കിലും എഴുതി വെക്കും. പക്ഷെ അതൊന്നും ചെയ്യാൻ എനിക്ക് നേരം കിട്ടുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ പ്രശ്നം. മാക്സിമം ഒരുപാട് റെസിപ്പീസ് മനസ്സിൽ ഇങ്ങനെ വരും, പക്ഷെ ചെയ്യാൻ നേരം കിട്ടുന്നില്ല. നമ്മൾക്ക് ഒരു പാഷൻ ഉണ്ടെങ്കിൽ, ആ ഒരു പഠിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു പാഷൻ ഉണ്ടെങ്കിൽ എങ്ങനെയായാലും റെസിപ്പീസ് ഒക്കെ തനിയെ വന്നോളും. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ആയിഷയുടെ ചാനൽ നോക്കിയാൽ മലബാർ ഫുഡ്സ് ഉണ്ട്, ഡെസേർട്സ് ഉണ്ട്, പിന്നെ നോർമൽ നാടൻ ഡിഷസ് ഉണ്ട്, ഡ്രിങ്ക്സ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഡിഷസ് ഒക്കെ ആയിഷ ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും ആയിഷയ്ക്ക് ഏത് ടൈപ്പ് ഫുഡ് ഉണ്ടാക്കാനാണ് ഏറ്റവും ഇഷ്ടം? എനിക്ക് കൂടുതലായിട്ടും ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളത്, അതായത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് സ്നാക്സ് ആണ്. കാരണം സ്നാക്സിൽ നമുക്ക് ഒത്തിരി വെറൈറ്റീസ് കൊണ്ടുവരാൻ പറ്റും, നമ്മളുടെ ഒരുപാട് നല്ല ഐഡിയാസ് കൊണ്ടുവരാൻ പറ്റും സ്നാക്സിൽ. പക്ഷേ ഞാൻ കൂടുതലായിട്ടും ഇപ്പോൾ ഇടുന്നത് ഡെസേർട്സ് ആണ്. അത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഡെസേർട്സിലാണ് ഈ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്നത് തന്നെ. അപ്പൊ സ്നാക്സും ഡെസേർട്സും ആണ് ഇപ്പോൾ എനിക്ക് കൂടുതലായിട്ടും ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളതും, അതുപോലെ എനിക്ക് കൂടുതലായിട്ട് ഐഡിയാസ് ചെയ്യാൻ പറ്റുന്നതും സ്നാക്സിലും ഡെസേർട്സിലുമാണ്. കുക്കിങ്ങിൽ ഇത്രയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്നും ഭയങ്കര താല്പര്യമാണെന്നും ഒക്കെ ഇപ്പൊ ആയിഷ പറഞ്ഞു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു സ്പെഷ്യൽ മൊമെന്റിൽ പെട്ടെന്ന് ഒരു ഡിഷ് ഉണ്ടാക്കാൻ ആയിഷയോട് പറഞ്ഞാൽ ആയിഷ ഏത് ഡിഷായിരിക്കും ഉണ്ടാക്കുക? പെട്ടെന്ന് എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാലും ഡെസേർട്ട് തന്നെ ആയിരിക്കും ഉണ്ടാക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡെസേർട്സ് അതുപോലെ സ്നാക്സ് ഒക്കെയാണ് കൂടുതലായിട്ടും ഉണ്ടാക്കാൻ ഇഷ്ടവും. അതുപോലെ എനിക്ക് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നതും എന്റെ ഐഡിയാസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതും ഇതിൽ രണ്ടിലുമാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞാല് ഞാൻ ഡെസേർട്ട് ആയിരിക്കും ഉണ്ടാക്കുക. ആയിഷ ശരിക്കും ഒരു കുക്ക് മാത്രമല്ല, വേറെ കുറച്ച് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ആയിഷയുടെ കയ്യിലുണ്ട്. അത് തെളിവാക്കുന്നതാണ് ആയിഷയുടെ സെക്കൻഡ് ചാനൽ. അപ്പോൾ അതെന്താണ്, ആയിഷയുടെ ആ സെക്കൻഡ് ചാനലിൽ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാം. സെക്കൻഡ് ചാനലുണ്ട്, പേര് ഐഷാസ് വേൾഡ് ഓഫ് ക്രാഫ്റ്റ്സ് ആൻഡ് ടിപ്സ് ആണ്. അത് തുടങ്ങാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാല് എനിക്ക് ക്രാഫ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ പെയിന്റിങ്ങും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് രണ്ടും ഞാൻ എന്റെ ഈ ഐഷാസ് കിച്ചണിൽ ഇടയ്ക്ക് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് പറഞ്ഞു ഈ ഫുഡ് ചാനലിലെ കൂടെ ഈ ക്രാഫ്റ്റും ഇതുപോലത്തെ പെയിന്റിങ്സ് ഒക്കെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് സജഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അത് വേറൊരു ചാനലാക്കി തുടങ്ങാം, എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ച് തുടങ്ങിയത്. പക്ഷെ അതില് കുഴപ്പമില്ലാത്ത റെസ്പോൺസ് ഉണ്ട്. അതിൽ വീണ്ടും ഇങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോ 2 ദിവസം കൂടുമ്പോൾ അതിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോ രണ്ടും കൂടി ആയിട്ട് ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. എത്രത്തോളം പോകുന്നുള്ളത് അറിയില്ല കേട്ടോ, കാരണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഇതെല്ലാം കൂടി ആകെ മൊത്തം തലവേദനയാണ്, എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകലെന്ന് പറഞ്ഞാല്. ഇപ്പൊ ആയിഷ നമ്മളൊരു കുക്കിംഗ് റെസിപ്പി സെർച്ച് ചെയ്യുവാണ് യൂട്യൂബിൽ കുറെ വീഡിയോസ് വരാറുണ്ട് അല്ലെ?
അപ്പൊ നമ്മൾ ഏത് വീഡിയോ ചൂസ് ചെയ്യണം എന്നതിൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. ഒന്നിൽ ആ ആളുടെ കുക്കിംഗ് രീതി അറിഞ്ഞിരിക്കണം, അതല്ലെങ്കിൽ തംബ്നെയിൽ നോക്കും. ആ തംബ്നെയിൽ കുറച്ച് അട്രാക്റ്റീവ് ആണെങ്കിൽ ആ വീഡിയോ ഓപ്പൺ ചെയ്യാറുണ്ട്. ഇപ്പൊ ആയിഷയുടെ വീഡിയോസിന്റെ തംബ്നെയിൽ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും ഭയങ്കര അട്രാക്റ്റീവ് ആണ്, ആർക്കും ഒന്ന് തുറന്നു നോക്കാൻ തോന്നും. ആയിഷ മാത്രമല്ല, എല്ലാ യൂട്യൂബ് ക്രിയേറ്റേഴ്സും അവരുടെ വീഡിയോസിന്റെ ക്വാളിറ്റി കൂട്ടാനും അതുപോലെ തംബ്നെയിലൊക്കെ കൂടുതൽ അട്രാക്റ്റീവ് ആവാനും എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അതിനൊക്കെ നല്ല ക്യാമറയും നല്ല എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും ഒക്കെ വേണം അല്ലെ? അപ്പോ ആയിഷ യൂസ് ചെയ്യുന്ന ക്യാമറയും എഡിറ്റിംഗ് സോഫ്റ്റ്വെയറും ഏതാണ്? ഞാൻ മൊബൈൽ ക്യാമറയിൽ തന്നെയാണ് വീഡിയോസ് എടുക്കുന്നത്. ആദ്യം തൊട്ടേ അതിൽ തന്നെയാണ് വീഡിയോസ് എടുത്തിരുന്നത്. ഐഫോണും യൂസ് ചെയ്യാറുണ്ട്. ഷോമിയുടെ റെഡ്മി നോട്ട് 5 ആണ് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് യൂസ് ചെയ്യുന്നത് ഫോണായിട്ട്. പിന്നെ ഫൈനൽ ഫോട്ടോ ഞാൻ ക്യാമറയിലാണ് എടുക്കുന്നത്, പ്രൊഫഷണൽ ക്യാമറയാണ്. എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വീഡിയോ ഷോ ആൻഡ്രോയിഡ് ആണ്. ആൻഡ്രോയിഡിന് വേണ്ടിയിട്ട് വീഡിയോ ഷോ യൂസ് ചെയ്യുന്നു. പിന്നെ iMovies ഐഫോണിൽ. നമ്മൾ എത്ര വീഡിയോസ് ചെയ്താലും നമ്മൾ ആദ്യം ചെയ്ത വീഡിയോനെ കുറിച്ചും നമ്മുടെ ആദ്യം പോപ്പുലർ ആയ വീഡിയോയും ഏറ്റവും പോപ്പുലർ ആയ വീഡിയോയും നമുക്ക് എപ്പോഴും ഓർമ്മ കാണും അല്ലെ? അപ്പോൾ ആയിഷയുടെ ഫസ്റ്റ് വീഡിയോയും ഫസ്റ്റ് പോപ്പുലർ ആയ വീഡിയോയും ഏറ്റവും പോപ്പുലർ ആയ വീഡിയോ ഏതാണ്? ഫസ്റ്റ് ചെയ്ത വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ കായ്പോള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 1000 വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ തോന്നി, കാരണം അത്രയും ആളുകൾ കണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷമൊക്കെ തോന്നി. 2017 ഞാൻ ഇട്ടുള്ള ഫസ്റ്റ് വീഡിയോ ഒരു മഷ്റൂം ചില്ലിയാണ്. അപ്പൊ അത് തന്നെയാണ് എന്റെ ഫസ്റ്റത്തെ പോപ്പുലർ വീഡിയോ. ആദ്യം പോപ്പുലർ ആയിട്ട് നന്നായിട്ട് നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോക്ക്. പിന്നെ എന്റെ ഇപ്പോഴത്തെ മോസ്റ്റ് പോപ്പുലർ വീഡിയോ ഒരു ബ്രെഡ് ബനാന ടോസ്റ്റ് ആണ്. അതും നല്ല റെസ്പോൺസ്, പെട്ടെന്ന് തന്നെ നല്ല റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ ആണ്. അതിലൂടെയാണ് എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് വരാൻ തുടങ്ങിയതും ആ ഒരു സ്നാക്ക് റെസിപ്പി ഇട്ട ശേഷമാണ്. യൂട്യൂബ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം ഇപ്പം ശരിക്കും ഭയങ്കര തരംഗമായിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് ആയിഷയുടെ ചാനലും ആയിഷയുടെ വീഡിയോ ഒക്കെ ഭയങ്കര പോപ്പുലറായി ഭയങ്കര നല്ല ലെവലിൽ ഇരിക്കുകയാണ്. ഒരു 5-10 വർഷം കഴിയുമ്പോൾ ആയിഷയുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 5 to 10 ഇയേഴ്സില് ഫ്യൂച്ചർ എന്ന് പറയുമ്പോ എന്താ പറയാ, ഞാൻ അതൊന്നും ചിന്തിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഇപ്പൊ ചെയ്ത് ചോദിക്കുമ്പോഴാണ് ആ ഒരു ഇത് ചിന്തിക്കുന്നത് കേട്ടോ. 5 to 10 ഇയേഴ്സിലൊക്കെ ഒന്നും നമ്മൾക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഞാൻ അറ്റ് പ്രസന്റ് മാത്രം നോക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോ എനിക്ക് ഈ ഈ 2 ചാനലും നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. നല്ല സബ്സ്ക്രൈബേഴ്സ് വരണം, നല്ല വ്യൂസ് വരണം, അതിനനുസരിച്ച് നല്ല ഐഡിയാസ് കിട്ടണം. അതൊക്കെയാണ് ഇപ്പോഴത്തെ എന്റെ ഒരു ചിന്ത. ഏതൊരു വ്യക്തിക്കും അവരുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രൗഡസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റും ഉണ്ടായിരിക്കും. ആയിഷയുടെ കേസിൽ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ളതും ഏറ്റവും ഹാപ്പി ആയിട്ടുമുള്ളതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയാമോ? ഏറ്റവും സന്തോഷമുള്ള ഒരു മൊമെന്റ് എന്ന് പറയുമ്പോൾ അത് എന്റെ ഫസ്റ്റത്തെ മോളുണ്ടായ സമയത്ത് തന്നെ ആയിരിക്കും. January 19, 2008. അതായിരിക്കും എന്റെ ലൈഫിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെന്റ്. പിന്നെ പ്രൗഡ് മൊമെന്റ് എന്ന് പറയുമ്പോൾ അത് ചെറുതായിട്ട് പറയാനുണ്ടാവും. കാരണം ഞാന് കല്യാണത്തിന് മുമ്പ് ഒട്ടും കുക്കിംഗ് അറിയാത്തൊരു വ്യക്തിയാണല്ലോ, ഞാൻ പറഞ്ഞല്ലോ. അപ്പം കല്യാണത്തിന് ശേഷം ഞാൻ എന്റെ റിലേറ്റീവ്സ്, ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിലും എന്റെ വീട്ടിലുള്ളവരാണെങ്കിലും അമ്മായി, എന്റെ എളീമ, അവരുടെ എന്റെ ഉമ്മയുടെ എല്ലാവരുടെ റെസിപ്പീസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇവിടെ വന്ന് ഒരു സെയിം റെസിപ്പി തന്നെ അവരുടെ എല്ലാവരും വാങ്ങിച്ചിട്ട് ഞാൻ എഴുതി വെക്കും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടി. അപ്പോ ചിലത് ഫ്ലോപ്പ് ആയി പോകും. അപ്പൊ എന്റേതായ രീതിയിൽ ഞാൻ ഒരു റെസിപ്പി കണ്ടെത്തും. അപ്പൊ അത് ഞാൻ എഴുതി വെക്കും. അങ്ങനെയാണ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ ഒരു കാരണം. അത് എഴുതി വെച്ചിട്ട് അങ്ങനെ ബ്ലോഗിൽ അത് സേവ് ചെയ്ത് വെക്കാന്നുള്ള രീതിയിലാണ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അന്ന് ഞാൻ അവരോടൊക്കെ റെസിപ്പി ചോദിച്ചു. അവരാണ് എന്നെ കുക്കിംഗ് പഠിപ്പിച്ചത്. പക്ഷെ ഇപ്പോ അവര് എന്നോട് ഇങ്ങോട്ടേക്ക് ഒരു റെസിപ്പി ഒരു ഡൗട്ടൊക്കെ ചോദിക്കുമ്പോൾ അതെനിക്ക് ഒരുപാട് ഒരു പ്രൗഡ് മൊമെന്റ് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, ആയിഷയുടെ ഒരു കുക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്? അതുപോലെ തന്നെ ആയിഷേനെ ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? ഒരു കുക്ക് അല്ലെങ്കിൽ ഒരു കുക്കിംഗ് എക്സ്പേർട്ട് അല്ലെങ്കിൽ ഒരു കുക്കിംഗ് ചാനൽ നടത്തുന്ന യൂട്യൂബ് ക്രിയേറ്റേഴ്സ്, അങ്ങനെ ആരെങ്കിലും ആയിഷനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പറ്റി ഒന്ന് പറയാമോ? എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ഒരുപാട് പേരുണ്ട്. കാരണം എന്റെ ഫാമിലിയിലും എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലിയിലൊക്കെ ഉള്ളവരെല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യുന്നവരാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് പേരോട് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട്, റെസിപ്പീസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ട് എടുത്തു പറയാനുള്ളത് എന്റെ ഒരു അമ്മായി ഉണ്ട്, ഉപ്പായുടെ പെങ്ങള് കോഴിക്കോട്ടേക്കാണ് അവര് കല്യാണം കഴിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ വീട് മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. അപ്പോൾ അവരാണ് നമ്മുടെ വീട്ടിലോട്ട് ആദ്യമായിട്ട് ഈ പുഡിംഗ് ഒക്കെ കൊണ്ടുവന്നത്, ഡെസേർട്സും പുഡിംഗ് ഒക്കെ കൊണ്ടുവന്നത്. ഒരു 2000 ആ ഒരു സമയത്ത് 2000-ലൊക്കെയാണ് ആ ഒരു ഡെസേർട്സ് ഒക്കെ നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നത്. അപ്പൊ നമ്മളൊക്കെ ആദ്യം അത് കഴിക്കുമ്പോൾ ഇതെന്താ സംഭവം എന്നുള്ള ഒരു അത്ഭുതമായിട്ടായിരുന്നു തോന്നിയിരുന്നത്. അപ്പോഴാണ് ഞാൻ അത് പഠിക്കാനൊരു ഇൻട്രസ്റ്റ് കാണിച്ചത് കേട്ടോ. എല്ലാവർക്കും അത് ഇഷ്ടമായിരുന്നു മനസ്സിലാക്കിയപ്പോ. അപ്പോ അവരുടെ അടുത്തുനിന്നാണ് ഞാൻ ഫസ്റ്റത്തെ ഈ എന്റെ ഒരു കുക്കിംഗ് കാൽവെപ്പ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ എന്റെ ഉമ്മ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. ഉമ്മാന്റെ ഭക്ഷണങ്ങൾ നാടൻ ഭക്ഷണങ്ങളാണെങ്കിൽ പോലും ഭയങ്കര ഒരു ടേസ്റ്റ് ആണ്, ഭയങ്കര കൈപ്പുണ്യാണ് എങ്ങനെ ഉണ്ടാക്കിയാലും. അതുപോലെ ഉപ്പയും നന്നായിട്ട് കുക്ക് ചെയ്യും, എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് ഇവർ രണ്ടുപേരുടെയും ഭക്ഷണം. അപ്പോൾ പിന്നെ എന്നും എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു കൂട്ടത്തിലാണ് വീട്ടിലൊക്കെ. അപ്പം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ഒക്കേഷൻ മതി, അപ്പൊ അതിലൊക്കെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാവും വീട്ടില്. അപ്പൊ അങ്ങനെ ഫുഡിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഫാമിലിയാണ്. പിന്നെ ഉമ്മയുടെ ബ്രദറിന്റെ വൈഫ്, എന്റെ അമ്മാവിന്റെ ഭാര്യ റഷീദ എന്നാണ് പേര്. അപ്പൊ അവരും നന്നായിട്ട് കുക്ക് ചെയ്യും. അവരുടെ അടുത്തു നിന്നും ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് എന്റെ ഹസ്ബൻഡിന്റെ സിസ്റ്ററാണ്, ഷാജിദ എന്നാണ് പേര്. ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് കുറച്ച് ചെറിയ ചെറിയ ടിപ്സ് പറഞ്ഞുതരാനും. എനിക്ക് അന്നൊന്നും അധികം എനിക്ക് ഈ ഒരു ഫുഡ് അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ. അപ്പൊ അതൊക്കെ എനിക്ക് ക്ലിയർ ചെയ്ത് തന്നിട്ടുള്ളത് ഈ ഷാജിദ എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ ഹസ്ബൻഡിന്റെ സിസ്റ്ററാണ്. പിന്നെ മുത്തച്ഛിമാര് അവരും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡ് വേറൊരു സിസ്റ്റർ ഉണ്ട്, അവര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് എടുത്തു പറയാന് ഒരു വ്യക്തിയുടെ എടുത്ത് പറയാൻ വയ്യ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര് എന്നെ ഇൻസ്പയറും ചെയ്തിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും കുക്കിംഗ് ആണ് എനിക്ക് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യൻ ശരിക്കും ഞങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ടാട്ടോ. ഞങ്ങൾ ഇങ്ങനെ ഒരു ചാറ്റ് വീഡിയോയുമായിട്ട് ആയിഷയോട് കോണ്ടാക്ട് ചെയ്തപ്പോൾ കുറെ ഡിസ്കഷനൊക്കെ നമ്മൾ തമ്മിൽ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു ചാറ്റ് വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ആയിഷയുടെ ഒരു ഫീലിംഗ് എന്തായിരുന്നു? ഞാൻ ഈ ഒരു ഫീൽഡില് ഇപ്പോൾ 2015 തൊട്ടേ ഉണ്ട്. അത് മുതൽ ഇന്ന് വരെ ഈ ചൈതു എന്നോട് ഈ ഒരു ചാറ്റിനെ പറ്റി സംസാരിക്കുന്നത് വരെ എനിക്ക് ഇങ്ങനൊരു ഒരു അവസരം കിട്ടിയിട്ടില്ല വേറെ. ചൈതു ആണ് എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അവസരം തന്നത്. അപ്പൊ അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എനിക്ക് പെട്ടെന്ന് പല കാര്യങ്ങളും ഓർമ്മ വന്നു. എന്റെ മോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. ഞാനിപ്പോ അത് പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വന്നു. ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. പിന്നെ ചൈതു എന്നോട് ഇതിനെപ്പറ്റി സംസാരിച്ച് നെക്സ്റ്റ് ഡേ എനിക്ക് അതിലേറെ സന്തോഷമുള്ള വേറൊരു ന്യൂസും കിട്ടി. കാരണം എനിക്ക് ഒരു മാധ്യമത്തിൽ നിന്ന് ഒരു ഇന്റർവ്യൂ കൂടി വന്നു. അതും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. അപ്പൊ അപ്പോഴും ഞാൻ ഓർത്തു ചൈതുവിനെ. ചൈതു ഒരു ലക്കി ഗേൾ തന്നെയാണ്. കാരണം ചൈതു ആണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ചാൻസ് തന്നത്. അപ്പൊ അതിന് നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് വേറൊരു ചാൻസും കൂടി കിട്ടിയെന്ന് പറഞ്ഞപ്പോ കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷം. അപ്പൊ അത് ചൈതുവിനെ അറിയിക്കണം എന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം താങ്ക്സ് എ ലോട്ട്. ആഹാ, ഇത്ര സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഞാൻ ലക്കിയാണല്ലേ. എന്റെ വിചാരം ഞാൻ ലക്കി അല്ലെന്നായിരുന്നു. ഓക്കെ, എന്നാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ആയിഷ. ഞങ്ങളോട് സംസാരിച്ചിട്ട് ശേഷം ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആയിഷ പറഞ്ഞ പോലെ ഞാൻ ലക്കി ആയതുകൊണ്ടായിരിക്കാം അല്ലേ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇത് കാണുന്ന ഏതെങ്കിലും യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ചൈതു ചാറ്റ് വന്നാൽ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും കേട്ടോ. നെക്സ്റ്റ് കുറച്ച് ഫണ്ണി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആയിഷയുടെ ഫേവറേറ്റ് ഫുഡ് ഏതാണ്? എന്റെ ഫേവറേറ്റ് ഫുഡ് ഫ്രൈഡ് റൈസും പിന്നെ ഗാർലിക് ചിക്കനും ആണ്. എനിക്ക് ഈ ഒരു ഇൻഗ്രീഡിയന്റ് ഏത് ഡിഷിലാണെങ്കിലും ചേർക്കണം, ഇതില്ലാതെ എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻഗ്രീഡിയന്റ് ഏതാണ്? എല്ലാ ഡിഷിലും ഇടാൻ ആഗ്രഹിക്കുന്നത് തേങ്ങാവും. വാട്ട്സ് യുവർ ഡ്രീം? എല്ലാ യൂട്യൂബേഴ്സിനും പോലെ എന്റെയും ഒരു ഡ്രീമാണ് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എത്രയും പെട്ടെന്ന് ആവാന്നുള്ളത്. ആയിഷയുടെ ഫേവറേറ്റ് യൂട്യൂബ് ക്രിയേറ്റർ ആരാണ്? ഫേവറേറ്റ് ക്രിയേറ്റേഴ്സ് മലയാളത്തില് ഒരുപാട് പേരുണ്ട്. ഞാൻ വീഡിയോ ഈ യൂട്യൂബ് കണ്ടു തുടങ്ങിയതൊക്കെ 2014, 13, 14, 15 ആ റേഞ്ചിലായിരുന്നു. അപ്പൊ അന്നൊക്കെ
എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ചാനലായിരുന്നു മിയാസ് കിച്ചൺ, അതുപോലെ തന്നെ ഗരം മസാല. ഇത് രണ്ടും ഞാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട്. കാരണം എനിക്ക് അത്യാവശ്യം വേണ്ട റെസിപ്പീസ് ഒക്കെ അതിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് നോക്കിയിട്ട് ഒരുപാട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും പേരാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും സമയം നമ്മളുടെ കൂടെ ചെലവഴിച്ച ആയിഷയ്ക്ക് ഒരുപാട് താങ്ക്സ്. ആയിഷയുടെ ചാനൽ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് വളരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ ചൈതു, ഇതുപോലെ നല്ലൊരു അവസരം എനിക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ ചൈതു എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ, പെട്ടെന്ന് തന്നെ 1 lakh സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് പിന്നെ 1 million സബ്സ്ക്രൈബേഴ്സ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് കാണുന്ന വ്യൂവേഴ്സ് എല്ലാവരും ഐഷാസ് കിച്ചനും അതുപോലെ ചൈതുയുടെ ചാനലും എല്ലാം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. അടുത്ത ദിവസം മറ്റൊരു പുതുപുത്തൻ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.